നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LDC, LGS, LP, UP തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 2016 PSC നടത്തിയ UP സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലേ? നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാം ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാമുമായി കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും കൂടുതൽ മാർക്ക് നമുക്ക് എക്സാമിൻ്റെ മാതൃകയൊക്കെ മനസ്സിലാക്കി എക്സാമിന് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് SSCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ LDCക്കും LP, UPക്കും എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ലോകമാന്യ, അല്ലേ? ലോകമാന്യ, അതുപോലെ തന്നെ ലോകമാന്യ തിലക് എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ. അപ്പോൾ ലോകമാന്യ തിലക് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ തിലകൻ എന്നുള്ള കിട്ടുമല്ലോ. അപ്പോൾ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബൂർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏതു രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ബൂർബൺ രാജവംശം ഏതു രാജ്യത്താണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫ്രാൻസ്, അല്ലേ? ഫ്രാൻസിലാണ് ബൂർബൺ രാജവംശം. അടുത്ത ചോദ്യം: ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവരിൽ ആരാണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആൻ ഫ്രാങ്ക് ആണ്, അല്ലേ? ആൻ ഫ്രാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ശാസ്ത്രീയ വീക്ഷണം. ഏതാണ്? ഓപ്ഷൻ ഡി, ശാസ്ത്രീയ വീക്ഷണം. അടുത്ത ചോദ്യം: 1756 പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണ്? 1756 നടന്ന യുദ്ധം, അല്ലേ? പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സപ്തവത്സര യുദ്ധം. ഏതാണ്? സപ്തവത്സര യുദ്ധമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ, അല്ലേ? ഖിൽജിയുടെ പരിഷ്കാരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കമ്പോള പരിഷ്കരണം. ഏതാണ്? കമ്പോള പരിഷ്കരണം. അടുത്ത ചോദ്യം: 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം അറിയാം, അല്ലേ? 1191. അപ്പോൾ ആരാണ് വിജയിച്ചത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പൃഥ്വിരാജ് ചൗഹാൻ, അല്ലേ? പൃഥ്വിരാജ് ചൗഹാനാണ് ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏതു കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? കേരളത്തിലെ മഹാശിലാ സ്മാരക ഘട്ടങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏതു കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇരുമ്പുയുഗം, അല്ലേ? ഇരുമ്പുയുഗത്തെ പറ്റിയാണ് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾ പ്രതിപാദിക്കുന്നത്. 59ാമത്തെ ചോദ്യം: പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം പഴന്തമിഴ് പാട്ടുകളിൽ 5 തിണകളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ്, വളഞ്ചിയർ ആണ് ആൻസർ. അപ്പോൾ ഏതൊക്കെയാണ് 5 തിണകൾ? കുറിഞ്ചി, മരുതം, മുല്ലൈ, പാലൈ, നെയ്തൽ, അല്ലേ? 5 തിണകൾ കൂടി ഈ ചോദ്യത്തിനോടൊപ്പം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം: മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയതിന് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു?
മോഹൻജൊദാരോവിൽ ഉദ്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവയിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. RD ബാനർജി അല്ലേ. മോഹൻജൊദാരോയിൽ RD ബാനർജിയുടെ നേതൃത്വത്തിലാണ് എന്ത് നടത്തിയത്? ഉദ്ഖനന പ്രവർത്തനങ്ങൾ നടത്തിയത്. 61 മുതൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം ആൻസർ മാത്രം പറയാം. നിങ്ങൾ പോസ് ചെയ്ത് മാത്സ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിനുശേഷം ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ തീർച്ചയായും ചെയ്യണം. മാത്സ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേഗതയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദ്യം വായിക്കാം. 3/1/2 പ്ലസ് 2/1/3 മൈനസ് 4/1/6 തുല്യമായത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1/2/3. ഓപ്ഷൻ സി 1/2/3. അടുത്ത ചോദ്യം, സംഖ്യാരേഖയിലെ സ്ഥാനം 3/5-നും 3/4-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 4/5. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. 4/5 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 1, 3, 5 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ത്? സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് 900 അല്ലേ. 900 ആണ് ആദ്യത്തെ 30 പദങ്ങളുടെ തുക. 64ാമത്തെ ചോദ്യം, 1/2 ഓൾ സ്ക്വയർ പ്ലസ് 1/64 ഓൾ റൈസ് ടു 1/3 മൈനസ് 32 റൈസ് ടു -1/5 ഇസ് ഈക്വൽ ടു ഡാഷ്. എത്രയാണ് ആൻസർ? 64ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 0 ആണ് ആൻസർ. അടുത്ത ചോദ്യം, പഞ്ചസാരയുടെ വില 25% വർദ്ധിക്കുന്നു. ഒരാളുടെ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ പഞ്ചസാരയുടെ ഉപയോഗം എത്ര ശതമാനം കുറക്കണം? അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള മറ്റു ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരാളുടെ ശമ്പളത്തേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ മറ്റേയാളുടെ ശമ്പളം അയാളേക്കാൾ എത്ര കുറവാണെന്നൊക്കെ ചോദ്യം കണ്ടിട്ടാവും. അതേ ചോദ്യം തന്നെയാണ്, പാറ്റേൺ മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് പറഞ്ഞു തരാം. ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ 25/125 × 100 എന്ന് കണ്ടാൽ മതി. 25/125 × 100 കണ്ടാൽ നമുക്ക് 20% എന്ന ആൻസർ കിട്ടും. അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി 20%. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാത്തവ ഏത്? വശങ്ങൾ ആകാത്തവയാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 അല്ലേ. 1, 2, 3 ഓപ്ഷൻ എ ആണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാൻ സാധ്യതയില്ലാത്തത്. അപ്പോൾ മാത്സ് ചെയ്ത് പഠിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ആൻസർ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോവുക എന്ന ഒരു മോക്ക് ടെസ്റ്റാണിത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മാത്സ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, 2 വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 1:3 ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആയാൽ പാദ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2:3 അല്ലേ. 2:3 ആണ് പാദ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിലെ 12 ജോലിക്കാരുടെ ശരാശരി പ്രായം 45 ആണ്. ഇതിൽ 60 വയസ്സുള്ള രാജൻ പിരിഞ്ഞു പോയതിന് പകരം രഘു ജോലിയിൽ ചേർന്നപ്പോഴുള്ള പുതിയ ശരാശരി 42 ആയാൽ രഘുവിൻ്റെ പ്രായം എത്രയായിരിക്കും? ഇത് ശരാശരി എന്നുള്ള ഭാഗത്തെ ചോദ്യമാണ്. എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 34 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24. ഓപ്ഷൻ ബി 24 ആണ് ആൻസർ. അടുത്ത ചോദ്യം, രേണു 12.5% സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക നിശ്ചിത വർഷങ്ങൾക്കു ശേഷം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു എങ്കിൽ രേണു എത്ര വർഷത്തേക്കാണ് നിക്ഷേപം നടത്തിയത്? 69ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 8 അല്ലേ. 8 വർഷത്തേക്കാണ് രേണു നിക്ഷേപം നടത്തിയത്. നമുക്ക് 70ാമത്തെ ചോദ്യം നോക്കാം. ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില 25% കൂട്ടി പരസ്യപ്പെടുത്തിയ ശേഷം 12% ഡിസ്കൗണ്ട് നൽകി വിൽപ്പന നടത്തിയാൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം എത്ര ശതമാനം? 25% കൂട്ടിയാണ് പരസ്യപ്പെടുത്തിയത് അല്ലേ. അതിനുശേഷം 12% ഡിസ്കൗണ്ട് നടത്തിയാൽ എത്ര ലാഭം ലഭിക്കുമെന്നാണ് ചോദിച്ചത്. എത്രയാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. 10% അല്ലേ. 10% ലാഭം ലഭിക്കും. 71ാമത്തെ ചോദ്യം മുതൽ ഇംഗ്ലീഷ് തുടങ്ങുകയാണ്. അപ്പോൾ 71ാമത്തെ ചോദ്യം നോക്കാം.
ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ്. ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ്. ഏതാണ് ആൻസർ? അഫക്റ്റഡിൻ്റെ കൂടെ എപ്പോഴും ഏത് മാത്രമേ വരികയുള്ളൂ? വിത്ത് അല്ലേ? അഫക്റ്റഡ് വിത്ത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വിത്ത്. അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം അല്ലേ? കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല, ആൻസർ പറയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹി എക്സ്ക്ലൈമഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. ഹി എക്സ്ക്ലൈമഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. അതാണ് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം. അടുത്ത ചോദ്യം, റീഡ് ദ ഹെഡ്ലൈൻസ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. റാണ കൺവിക്റ്റഡ് ഫോർ മർഡർ ഡാഷ് ഫ്രം ദ കോർട്ട്. ദ പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ഹിം. റാണ കൺവിക്റ്റഡ് ഫോർ മർഡർ ഡാഷ് ഫ്രം ദ കോർട്ട്. ദ പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ഹിം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഹാസ് എസ്കേപ്ഡ്, ഹാഡ് എസ്കേപ്ഡ്, ഈസ് ഗോയിങ് ടു എസ്കേപ്പ്, എസ്കേപ്ഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഹാസ് എസ്കേപ്ഡ് അല്ലേ? റാണ സിംഗുലർ ആണ്, അപ്പോൾ ഹാസ് എസ്കേപ്ഡ് ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം അല്ലേ? ഏതാണ് പാസീവ് ഫോം എന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഷീ വാസ് ഗിവൺ എ പാർട്ടി അല്ലേ? ഷീ വാസ് ഗിവൺ എ പാർട്ടി പാസീവ് വോയിസ് ആണ്, അപ്പോൾ ഷീ വാസ് ഗിവൺ എ പാർട്ടി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വെർബ് ഇഫ് നെസസറി അല്ലേ? ഇഫ് നെസസറി വെർബ് വെച്ച് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഹി ഗെയ്വ് അപ്പ് ഡാഷ് ബ്രാക്കറ്റിൽ ഹണ്ട് എന്നുണ്ട് ആൻഡ് ടുക്ക് ടു ഡാഷ് ബ്രാക്കറ്റിൽ ഫാം ഫോർ ലവ്ലിഹുഡ്. ഹി ഗെയ്വ് അപ്പ് ഡാഷ് ആൻഡ് ടുക്ക് ടു ഡാഷ് ഫോർ ലവ്ലിഹുഡ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹണ്ടിങ് അതുപോലെ തന്നെ ഫാമിങ് അല്ലേ? രണ്ടും ING ഫോമിലാണ് വരിക. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹി ഗെയ്വ് അപ്പ് ഹണ്ടിങ് ആൻഡ് ടുക്ക് ടു ഫാമിങ് ഫോർ ലവ്ലിഹുഡ്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ വേർഡ്സ് ഈസ് റൈറ്റ്ലി സ്പെൽഡ്. കറക്റ്റ് വേർഡ് സെലക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ കാർണിവൽ, മാർവൽ, ഫെസ്റ്റിവൽ, ഗ്രാമർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വേർഡ് ഏതാണ്? 76ാമത് ഓപ്ഷൻ സി ആണ് ആൻസർ. മാർവൽ ആണ്. MARVEL. മാർവൽ ആണ് കറക്റ്റ് വേർഡ്. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. അടുത്ത ചോദ്യം, സാർസ് ഈസ് ആൻ ഡാഷ് അല്ലേ? സാർസ് എന്നത് എന്താണ്? ഓപ്ഷൻ സ്യൂഡോണിം, അക്രോണിം, സിനോണിം, അൻറ്റോണിം. അപ്പോൾ സിനോണിം അൻറ്റോണിം എല്ലാം നമുക്കറിയാം. പിന്നെ നമുക്ക് സ്യൂഡോണിമും അക്രോണിമുമാണ് കൺഫ്യൂഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഒരു ഷോർട്ട് ഫോമാണിത് അല്ലേ? ഇതിനൊരു ഫുൾ ഫോം ഉണ്ടാവും. അങ്ങനെയുള്ളതിന് എന്താണ് പറയുക? ഓപ്ഷൻ ബി അക്രോണിം എന്നാണ് പറയുക അല്ലേ? അക്രോണിമാണ് ആൻസർ. ഇപ്പോൾ എയ്ഡ്സ് എന്നൊക്കെ എടുത്താൽ AIDS അല്ലേ? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് എയ്ഡ്സ്. അപ്പോൾ അതുപോലെയാണ് സാർസും. അപ്പോൾ അങ്ങനെ ഷോർട്ടാക്കി നമ്മൾ അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം എടുത്ത് എഴുതുന്നതിന് അക്രോണിം എന്നാണ് പറയുക. അത് പഠിച്ചു വെക്കണം. 78ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഈക്വിവാലൻറ്റ് യൂസേജ് ഇൻ ഇംഗ്ലീഷ്. ഏതാണ്? അണ്ണാനെയാണോ മരം കയറ്റം പഠിപ്പിക്കുന്നത്? അതിന് അതേ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വെർബാണ് നമ്മൾ എഴുതേണ്ടത്. അണ്ണാനെയാണോ മരം കയറ്റം പഠിപ്പിക്കുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഡോണ്ട് ടീച്ച് യുവർ ഗ്രാൻഡ് മദർ ടു സക്ക് എഗ് അല്ലേ? ഡോണ്ട് ടീച്ച് യുവർ ഗ്രാൻഡ് മദർ ടു സക്ക് എഗ് എന്നതാണ് ഇതിൻ്റെ ഈക്വിവാലൻറ്റ് ഇംഗ്ലീഷ് യൂസേജ്. ഓക്കെ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ഫ്രേസൽ വെർബ് അല്ലേ? നൺ ഓഫ് ദ ബോയ്സ് ഡാഷ് എനി ക്വസ്റ്റ്യൻസ്. നൺ ഓഫ് ദ ബോയ്സ് ഡാഷ് എനി ക്വസ്റ്റ്യൻസ്. ഏതാണ് സ്യൂറ്റബിൾ ആയ ഫ്രേസൽ വെർബ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കം അപ്പ് വിത്ത് അല്ലേ? കം അപ്പ് വിത്ത്. നൺ ഓഫ് ദ ബോയ്സ് കം അപ്പ് വിത്ത് എനി ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? ഫ്രേസൽ വെർബുകൾ എപ്പോഴും നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗമെല്ലാം നമ്മൾ കൃത്യമായി PSC ചോദിക്കുന്നതെല്ലാം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് മീൻസ് വൺ ഹൂ നോസ് എവ്രിതിങ് അല്ലേ? വൺ ഹൂ നോസ് എവ്രിതിങ്, എല്ലാം അറിയുന്ന ആൾ. അതിൻ്റെ ഒരു വൺ വേർഡാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒംനീഷ്യൻ്റ് അല്ലേ? ഒംനീഷ്യൻ്റ് എന്നാണ് എല്ലാം അറിയുന്നവർക്ക് നമ്മൾ വൺ വേർഡായിട്ട് പറയുന്നത്.
എല്ലായിടത്തും പ്രസൻ്റായിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക, ഒംനി പ്രസൻ്റ് എന്ന് പറയാം. എല്ലായിടത്തും പ്രസൻ്റായിരിക്കുന്നയാളെയാണ് ഒംനി പ്രസൻ്റ് എന്ന് പറയാം. മനസ്സിലായോ? ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തതേത്? യു പി സ്കൂളുകാർക്കുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തതേത്? ഈ ചോദ്യം LDCക്കും ചോദിക്കാറുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അനോറക്സിയ അല്ലേ? അനോറക്സിയാണ് പഠന വൈകല്യം അല്ലാത്തത്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഇതെല്ലാം പഠന വൈകല്യങ്ങളാണ്. ഇതിൽ പെടാത്തത് അനോറക്സിയ മാത്രമാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏത്? കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു അല്ലേ? അയവുള്ള അന്തരീക്ഷം, അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്ത അയവുള്ള ഒരു അന്തരീക്ഷം കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിയിൽ എന്തുണ്ടാവുകയുള്ളൂ? ഒരു സർഗാത്മകത, അതായത് സ്വയം സൃഷ്ടിക്കാനുള്ള കഴിവ് അല്ലേ? പുതിയ ആശയങ്ങളൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളതുപോലെയുള്ള ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏതു ഘട്ടത്തിലാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ഉണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏതു ഘട്ടത്തിലാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമൂർത്ത ചിന്തന ഘട്ടം, ഓപ്ഷൻ ബി ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ സി പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ? പ്രാഗ് മനോവ്യാപാര ഘട്ടം, അതായത് പ്രീ ഓപ്ഷണൽ സ്റ്റേജിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ജീവനില്ലാത്ത അതിൻ്റെ കളിപ്പാട്ടം, പാവ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ജീവനുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് പോലെ നമ്മൾ കാണാറില്ലേ? കുട്ടികളിങ്ങനെ പാവയൊക്കെ എടുത്ത് സംസാരിക്കുന്നത് കാണാറില്ലേ? അത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. വൈഗോഡ്സ്കി ആണ് അല്ലേ? വൈഗോഡ്സ്കിയാണ് പഠനവേളയിൽ വിദഗ്ധനായ ഒരു വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവ്രജന ചിന്തനം അതായത് ഡൈവേർജൻറ്റ് തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവ്രജന ചിന്തനം അല്ലേ? ഡൈവേർജൻറ്റ് തിങ്കിങ്. ഓപ്ഷൻസ് നോക്കാം. ട്രയാർക്കിക് തിയറി, ദ്വിഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ത്രിമുഖ സിദ്ധാന്തം. ത്രിമുഖ സിദ്ധാന്തമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുമെന്നുള്ള സൂചനയാണ് ഡാഷ്. ഏതാണ്? കുട്ടിക്ക് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഏതു മേഖലയിലാണ് മികവ് പുലർത്താൻ കഴിയുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അഭിക്ഷമത, അതായത് ആപ്റ്റിറ്റ്യൂഡ്. ഓപ്ഷൻ എ അഭിക്ഷമതയാണ് ആൻസർ. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഉണ്ടാവുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? കുട്ടികളിൽ ഉണ്ടാവുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? ഏതു മാർഗമാണ്? 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻസർ. പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. അപ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന് പേടിയുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നമ്മൾ അതുമായി ഇടപെടാനുള്ള അവസരം കൊടുക്കാതെ പതിയെ ആ വസ്തുവിനോടുള്ള പേടി മാറ്റിയതിന് ശേഷം സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള അവസരം നൽകുക. അതാണ് ആൻസർ. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം. ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കുമുള്ള കാരണം എന്താണ്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദമനമാണ്, അതായത് റിപ്രഷൻ അല്ലേ? ദമനം അഥവാ റിപ്രഷനാണ് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കുമൊക്കെ കാരണം. അടുത്ത ചോദ്യം, തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നു? തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നു? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയാണ് തരംതിരിക്കൽ എന്ന പ്രവർത്തനം പ്രകടമാക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ് ഡാഷ്. ആരാണ്? ഹിപ്പോക്രാറ്റസ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹിപ്പോക്രാറ്റസ് ആണ് ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചത്. അടുത്ത ചോദ്യം, ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവിൽ ഏതിന് ഉദാഹരണമാണ്? ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മുഖ്യ സവിശേഷകം അല്ലേ, കാർഡിനൽ ട്രേറ്റ്. മുഖ്യ സവിശേഷകം അഥവാ കാർഡിനൽ ട്രേറ്റ് ആണ് ശ്രീബുദ്ധനിലെ അഹിംസ എന്നതിൻ്റെ ഉദാഹരണം. അടുത്ത ചോദ്യം, ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദമനം, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി യുക്തീകരണം, ഓപ്ഷൻ ഡി ഉദാത്തീകരണം. ഏതാണ്? ഇത് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. പല രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഉദാത്തീകരണം അല്ലേ, സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണമാണ് ഈ ഒരു പ്രവൃത്തിയുടെ സമായോജന തന്ത്രം. അടുത്ത ചോദ്യം, ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഏത് പ്രബലകമാണ്? ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ധനപ്രബലകമാണ് അല്ലേ. ധനപ്രബലകമാണ്. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രബലകമാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സർ ആണ് ആൻസർ. അടുത്ത ചോദ്യം, അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? അഹം അതായത് സെൽഫ് അല്ലേ, ആദർശാത്മക അഹം ഐഡിയൽ സെൽഫ്. അപ്പോൾ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത് ആരാണ്? 94 ബി ആണ് ആൻസർ. കോൾ റോജേഴ്സ് ആണ് അല്ലേ. കോൾ റോജേഴ്സ് ആണ് ഇങ്ങനെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവയിൽ ആരുടെ സംഭാവനയാണ്? കണ്ടെത്തൽ പഠനം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ജെറോം ബ്രൂണർ അല്ലേ. ബ്രൂണറുടേതാണ് കണ്ടെത്തൽ പഠനം. ജെറോം ബ്രൂണർ എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം 96ാമത്തെ ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സഹവർത്തിത പഠനം, ഓപ്ഷൻ സി സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, നിരീക്ഷണ പഠനം അല്ലേ. നിരീക്ഷണ പഠനമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. 97ാമത്തെ ചോദ്യം, പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പരിക്രമീകൃത ബോധനം അല്ലേ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഏതാണ്? ഓപ്പറൻ്റ് കണ്ടീഷനിങ് അടിസ്ഥാനപ്പെടുത്തിയാണ് പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത്. 98ാമത്തെ ചോദ്യം ഇതാണ്. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച അതായത് ഇൻസൈറ്റ് അല്ലേ, ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്. 99ാമത്തെ ചോദ്യം, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്താവുന്നു? കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്ത് സംഭവിക്കുന്നു? ബുദ്ധിമാനം കുറയുന്നു അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. കുറയുന്നു. അതായത് കാലിക വയസ്സ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നോർമലി നമുക്ക് കൂടി വരുന്ന വയസ്സ് അല്ലേ, അത് മാനസിക വയസ്സിനേക്കാൾ കൂടുന്നു. അപ്പോൾ അതിനേക്കാളും മാനസിക വയസ്സ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വയസ്സിനേക്കാളും നമ്മുടെ മനസ്സിന് ബുദ്ധി ഇല്ലാതിരിക്കുക അല്ലേ, ബുദ്ധി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ആ കുട്ടിക്ക് ബുദ്ധി കുറവാണ് എന്ന് പറയും. അതായത് വയസ്സ് കൂടുതലും മാനസിക വളർച്ച കുറവും ആകുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു എന്ന് പഠിച്ചു വെക്കുക. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 100ാമത്തെ ചോദ്യം, ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്?
ഓപ്ഷൻ നോക്കാം. ക്ഷണികത, ചഞ്ചലത, തീവ്രത, സ്ഥിരത അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഏതാണ്? സ്ഥിരതയാണ്. അപ്പോൾ ബാല്യകാല വികാരങ്ങൾക്കൊരു സ്ഥിരതയൊന്നും ഉണ്ടാവില്ല അല്ലേ. കുട്ടികൾക്ക് അങ്ങനെ സ്ഥിരമായ ഒരു വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ നമ്മളോട് ദേഷ്യപ്പെട്ടാലും പണിങ്ങിയാലെല്ലാം അപ്പം തന്നെ നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ സ്ഥിരതയാണ് ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ 2016 നടന്ന UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിലെ 100 ക്വസ്റ്റ്യൻസും 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇനി മാത്സ് സ്വന്തമായി ചെയ്തിട്ട് കിട്ടാത്തവരോ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിതിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഒരു ക്ലാസ്സായി ഞാൻ എടുത്തു തരാം. പരീക്ഷ അടുത്തു. അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ എപ്പോഴും ചെയ്ത് പഠിക്കണം. എല്ലാ ദിവസവും അതിനൊരു സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ആനുകാലികങ്ങളും കൃത്യമായി പഠിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ PSC പള്ളിക്കൂടത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുക. SSCRT ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് സീരീസിലെ 3ാമത്തെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്